മതി ചേച്ചി, എത്രയാ കഴിക്കാം? കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. കുറച്ച് കഴിഞ്ഞ് 6 പേരും കഴിക്കാൻ. പിന്നെ തിരക്കും കൂടും. പിന്നെ ഈ ഭക്ഷണവും തീർന്നു പോകും. വേഗം വേഗം നീയും കഴിക്കേ. മതി, ഇതിലും കൂടുതൽ കഴിക്കാൻ വയ്യ. ഇവിടെ എന്താ നോക്കുന്നത്? പോയിക്കോ ഇവിടുന്ന്. ഭക്ഷണം വെറുതെ കളയരുത്. ഇതുകൊണ്ട് മറ്റേതെങ്കിലും വ്യക്തിയുടെ വിശപ്പകറ്റാം. കുറഞ്ഞ അളവ്, അപൂർണ വിവരണം, മായം ചേർക്കൽ. മാർക്കറ്റിൽ ചെന്നാൽ ഇതൊക്കെ തന്നെയും ശ്രദ്ധിച്ചേ മതിയാകൂ. പാലിൽ വെള്ളം ചേർക്കുന്നതിന്റെ, പരിപ്പിൽ കല്ല് കലർത്തുന്നതിന്റെ, ചിലയിടത്ത് തൂക്കത്തിൽ തട്ടിപ്പ്, നിങ്ങളെ ഇരുട്ടിലാക്കുന്ന കൊച്ചു കൊച്ചു അക്ഷരങ്ങൾ. ഒട്ടേറെ ആളുകൾ ഇത്തരം വ്യാപാരത്തിന്റെ എത്രയെത്ര അനുചിതമായ വഴക്കങ്ങൾ സ്വീകരിക്കുന്നു. ഇവരെ സൂക്ഷിക്കൂ. ഇവരിൽ നിന്ന് രക്ഷ നേടൂ. ഏത് സാധനവും ശരിക്കും കണ്ടും നോക്കിയുമേ വാങ്ങാവൂ. സ്വന്തം അവകാശം അറിയൂ. ഉണരൂ ഉപഭോക്താവെ, ഉണരൂ. സീതാലയം, ഡി അഡിക്ഷൻ, ഇൻഫെർട്ടിലിറ്റി, ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രിവെൻഷൻ എന്നീ മേഖലകളാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. ഓരോ മേഖലയും 2 ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. എല്ലാ മേഖലകളിലും വിദഗ്ധരും വിദ്യാർത്ഥികളും രോഗികളും പ്രേക്ഷകരുമായി 30ഓളം പേർ പങ്കെടുക്കുന്നു. ഹോമിയോയില് ഇപ്പോൾ വന്നാല് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഹോമിയോ മരുന്നുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രക്തസമ്മർദ്ദം, കൂടുതൽ രക്തസമ്മർദ്ദം ഉണ്ടാകാം, കുറഞ്ഞ രക്തസമ്മർദ്ദം ഉണ്ടാകാം. ഇതിലെ ഹോമിയോയിൽ ഫലപ്രദമായ മരുന്നുകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നമ്മൾ കേസ് ടേക്കിങ്ങിൽ നമ്മൾ ഓക്യുപ്പേഷനിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടോ, ഇമോഷണൽ ലെവലിൽ സ്ട്രെസ് ഉണ്ടോ. ചില ആൾക്കാരൊക്കെ വളരെ കുഞ്ഞു കാര്യങ്ങൾ പ്രശ്നമായിട്ട് കൊണ്ടുവരും. ആൻസൈറ്റി ഉണ്ടോ, ടെൻഷൻ ഉണ്ടോ, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് ടേക്കിങ് ചെയ്തിട്ട് അതിന് സിമിലാരിറ്റി അനുസരിച്ച് ഉള്ള ഡ്രഗ്സ് എഫക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് ആയിട്ട് തന്നെ നമ്മുടെ ഈഗോസ് വിടുക, മറക്കാൻ, ഫൊഗീവ് ചെയ്യാനുള്ള, ക്ഷമിക്കാൻ, ഫൊഗറ്റ് ചെയ്യാനായിട്ടുള്ള ഇവൻറ്റ്സ് വിടുക, ഹമ്പിളായിട്ട്, ഇങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ചിലവും ഇല്ലാത്ത കാര്യങ്ങളാണ് കൗൺസിലിംഗ്. ആ മെൻ്റൽ സ്ട്രെസ് സ്ട്രെയിൻ തന്നെ കുറയുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം സ്ട്രെസ് ഹോർമോണാണ്. ഇൻസുലിനും ഷുഗറും ഷൂട്ട് ചെയ്യും. നമുക്ക് അധ്വാനം അല്ലെങ്കിൽ ടു ലിറ്റിൽ വർക്ക് അല്ലെങ്കിൽ ടു മച്ച് വർക്ക്. അപ്പോൾ ഇതിലൊക്കെ നമ്മളുടേതായിട്ട് ഒരു എൻജോയ്മെന്റ് ടൈം കണ്ടെത്തുക, റിലാക്സേഷൻ ഒരു സമയം കണ്ടെത്തുക. പിന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നല്ല ശീലങ്ങളിൽ രാവിലെ നേരത്തെ ഉണരുന്ന ഒരു ശീലം, എഴുന്നേറ്റ് ഒരു ഫ്രഷ് ആയിട്ട് ഒരു കപ്പ് ലൂക്ക് വാം ചൂടുവെള്ളം കുടിക്കുക, നമ്മുടെ ട്രാക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വരിക, റെഗുലറായിട്ട് ഒരു എക്സസൈസ്. ഇതിനൊന്നും നമുക്കൊരു ചെലവില്ല. ആക്ച്വലി എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഇതാണ് വാക്കിംഗ് അല്ലേ, നടക്കുക എന്നുള്ളത്. റെഗുലർ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു 5 times എങ്കിലും ഒരു വീക്കിൽ അര തൊട്ട് ഒരു 3/4 മണിക്കൂറെങ്കിലും റെഗുലറായിട്ട് നടക്കുക. അത് റെഗുലറായിട്ട് ചെയ്താലുള്ള നടക്കുക എന്നുള്ളതിന്റെ ബെനിഫിറ്റ് നടക്കുക എന്നുള്ളത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ നല്ലതാണ്. പലരും നടന്നിട്ടും ഭക്ഷണക്രമം കുറച്ചിട്ടും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതൊന്നും കുറയുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഒരു യോഗയിലെ പ്രത്യേക ഈ പറഞ്ഞ പോലെ പ്രതിരോധം പോലെ തന്നെ തെറാപ്പിയും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. ഈ രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേക തെറാപ്പി ഈ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിലോട്ടുള്ള വരുമ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് കൂടുകയും ബ്ലഡ് വെസൽസിൽ കൂടെ പോകുന്ന, അതായത് രക്തക്കുഴലുകളിൽ കൂടെ പോകുന്ന രക്തത്തിന്റെ സമ്മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ബോഡിയിൽ ഇങ്ങനെയുള്ള സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് ബോഡിയിൽ ഇങ്ങനെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യോഗയിലെന്ന് വെച്ചാൽ തെറാപ്യൂട്ടിക്കായിട്ട് ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള യോഗ ആസനാസ്, അതേപോലെ തന്നെ 3 രീതിയിലുള്ള റിലാക്സേഷൻ, ഡീപ്പായിട്ടുള്ള റിലാക്സേഷൻ, ക്വിക്കായിട്ടുള്ള റിലാക്സേഷൻ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലാക്സേഷൻ, ഇങ്ങനെയുള്ള റിലാക്സേഷൻ ടെക്നിക്സും അതേപോലെ തന്നെ അവരുടെ ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാണായാമാസം കൊടുക്കുന്നു. ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തിക്ക് കാം സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റത്തില്ല. ആദ്യം അവരുടെ ബ്രീത്തിനെ അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് സാധാരണമായിട്ട് ഒരു കാംനെസ്സിലോട്ടും ഒരു മെന്റലായിട്ട് ആക്റ്റീവായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാണായാമാസും ബ്രീത്തിങ് എക്സസൈസും ആസനാസും യോഗയിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്ടർ എന്നുള്ള നിലയിൽ ഈ ആയുഷ് ഹോളിസ്റ്റിക് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് ഇതുവരെയുള്ള ആളുകൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ
കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ പൈലറ്റ് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കോഴിക്കോടാണ് കുറച്ച് മുൻപേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവിടെ ആയിരത്തോളം ആൾക്കാർ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. യോഗയും നാച്ചുറോപ്പതി, ഈ പറഞ്ഞ നമ്മുടെ ഈ ആയുഷ് ഹോളിസ്റ്റിക് സിസ്റ്റംസ് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ നടന്നു വരുന്നു. ട്രിവാൻഡ്രം അതുപോലെ തന്നെ നല്ല റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യോഗ ഹോളിസ്റ്റിക് സിസ്റ്റത്തിലെ ചികിത്സയ്ക്ക് വിധേയരായവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരെല്ലാം ഈ നമ്മുടെ കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ട്. എന്താണ് ഈ ആയുഷ് ഹോളിസ്റ്റിക് സെന്ററിനെ കുറിച്ച് നിങ്ങളുടെ അനുഭവം? തിരുവനന്തപുരത്ത് യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എങ്കിലും യോഗ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഒരു അത് വന്നപ്പോൾ തന്നെ രോഗം എന്തായാലും നമുക്ക് കുറയ്ക്കാം ഉള്ള ഒരു ആത്മധൈര്യം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഹോമിയോ മരുന്ന് കഴിക്കുന്നതും അതിനോടനുബന്ധിച്ച് യോഗയും പ്രകൃതി ചികിത്സയും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പ്രകൃതി ചികിത്സയിലാണോ? ആഹാരക്രമങ്ങളെല്ലാം വളരെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകുന്നുണ്ട്. അതായത് ഷുഗർ ഈ 120 അങ്ങ് നിൽക്കുകയാണ്. ചിലപ്പോഴും പ്രായത്തിൻ്റെതായിരിക്കും. പക്ഷെ നമ്മൾ നടപ്പ് ഇപ്പം ഇല്ല, നടപ്പ് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഷുഗർ ശകലം കൂടി നിൽക്കുകയാണ്. നടന്ന് ഇടയ്ക്ക് അസുഖം വന്ന് നടപ്പങ്ങ് നിന്നുപോയി. അപ്പം എന്തായാലും അത് ചെയ്തു കഴിഞ്ഞാൽ രോഗം തീർത്തും കുറയുമെന്നുള്ള വിശ്വാസം എന്നിലുണ്ട്. ഇപ്പോൾ അവിടെ അതിന് ഈ പ്രമേഹം കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക യോഗ രീതികളെല്ലാം പറഞ്ഞു തന്നിട്ട് അതെല്ലാം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇനി മറ്റാർക്കെങ്കിലും എത്ര വയസ്സായി? എത്ര വയസ്സായി? ഇപ്പോൾ 80 വയസ്സോളമായി. ഇപ്പോൾ 80 വയസ്സും യോഗ ചെയ്യുന്നതിന് തടസ്സമല്ല? കൈകാലുകൾ മുട്ടുകൾ കാലും ഒക്കെ പോകും. പിന്നെ ഹോമിയോ മരുന്ന് 6 മാസമായിട്ട് കഴിക്കുന്നു. അതും വളരെയേറെ ഗുണം ചെയ്യുന്നു. എനിക്ക് കാലേ നരമ്പ് തടിക്കുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു, അതിനകത്ത് തുടങ്ങിയത്. അതിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അത് കുറയാനും തുടങ്ങി. പിന്നെ ഈ വയറൊഴിയുന്ന അതിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസം പോയി. പിന്നെ ഉറക്കം. ഇപ്പോൾ വൈകുന്നേരം 9 മണിക്ക് കിടന്നാലേ വെളുപ്പിലെ 5 മണി വരെയും സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ പ്രത്യേകത എനിക്ക് വന്നിട്ടുണ്ട്. അല്ലെ, ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്ന ജീവിതശൈലിയിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? ജീവിതശൈലിയിലെ മാറ്റം വരുത്തിയത് ഈ യോഗ തുടങ്ങിയ കൂട്ടത്തിലെ ഇവരുടെയൊക്കെ ഉപദേശങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കേട്ട സംസാരങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഗുണം ചെയ്തു. അപ്പോൾ ടെൻഷൻ കുറയ്ക്കാനുള്ള വളരെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഈ ഒരാഴ്ചയായിട്ട് ഈ നമ്മുടെ ഈ ധ്യാനമുണ്ടല്ലോ, അത് പഠിപ്പിക്കുന്നുണ്ട് ഒരു കുട്ടി വന്ന്. അതും ഇപ്പൊ ശീലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കിട്ടിയപ്പോൾ കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചാൽ നല്ലതായി. ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഇത് മറ്റ് ചികിത്സാ രീതികളെ ഒന്നിനെയും ബാധിക്കുന്നില്ല. ഈ ഹോമിയോ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അലോപ്പതി കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞത് അലോപ്പതിയും കുറച്ച് കഴിച്ചു. ഈ ആയുഷ് ഹോളിസ്റ്റിക് സിസ്റ്റം ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ വിവിധ ശാസ്ത്രശാഖകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സിസ്റ്റം നമുക്ക് സമഗ്രമായ ഒരു രീതിയിലേക്ക് പോയാൽ കൂടുതൽ പ്രയോജനപ്രദമാകുമോ? തീർച്ചയായിട്ടും ആയുഷ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതചര്യകളിലുള്ള മാറ്റങ്ങൾ കാരണം മാക്സിമം അസുഖങ്ങളും ഇപ്പൊ വന്നു തുടങ്ങുന്നു. ക്യാൻസർ തൊട്ട് സിറോസിസ്, ഇപ്പം അങ്ങനെ തന്നെ ഇപ്പൊ ക്യാൻസറൊക്കെ എല്ലാ ടൈപ്പ് ക്യാൻസറിനും ഒരു ജീവിതചര്യത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് നല്ലൊരു വെൽനെസ് എന്നുള്ളൊരു രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെ അത് പ്രിവെന്റ് ചെയ്യാനും പറ്റും. വന്നു കഴിഞ്ഞാൽ അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യാനും പറ്റും നമുക്ക്. അപ്പോഴേക്കും ഈ മെഡിസിൻ കൊടുത്ത് പേഷ്യന്റിനെ മാക്സിമം വീക്ക് ആക്കുന്നതിനെക്കാട്ടിലും ഈ ജീവിതചര്യ ഈ യോഗ അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഒരു അപ്രോച്ചും പ്ലസ് നമ്മുടെ പേഷ്യന്റിനെ അധികം വീക്ക് ആക്കാത്ത മെഡിസിനും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു രീതി ആയിരിക്കും. എത്രയും ഇപ്പോൾ ഇത്തരത്തിലെ വിവിധ ശാസ്ത്രശാഖകളെ സമന്വയിപ്പിച്ച് ആളുകളെ ചികിത്സിക്കുന്നതിലേക്ക് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നുണ്ടാകുന്നുണ്ടോ?
ഞാനിപ്പോൾ ഹോമിയോ കോളേജിൽ ഇന്റേൺ ആണ്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഹോമിയോപ്പതി മാത്രമല്ല ബാക്കി സിസ്റ്റത്തിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട്. അപ്പം ചില സിസ്റ്റത്തിന് ഹോമിയോപ്പതി ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്, വേറെ ചിലതിന് ആയുർവേദമായിരിക്കാം. അപ്പോൾ ഇതുമല്ല നമ്മൾ അലോപ്പതിയിൽ പോകേണ്ട കേസുണ്ട്. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിന് കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലാത്തതാണെങ്കിൽ ആയുർവേദം കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ എന്തായാലും ഹോളിസ്റ്റിക് അപ്രോച്ച് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പല തരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ ഹോമിയോപ്പതിയും അലോപ്പതിയും ആയുർവേദവും സിദ്ധയും നാച്ചുറോപ്പതിയും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്നതാണോ, അതെല്ലാം കൂടി ഈ ഹോളിസ്റ്റിക് സിസ്റ്റം പോലെ ഇനിയുള്ള ആശുപത്രികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചുള്ള രീതിയിൽ രോഗത്തെ ചികിത്സിക്കുന്നതിന് പകരം രോഗിയെ ചികിത്സിക്കുന്ന ഒരു സംവിധാനം വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു രീതി തന്നെയാണ് തീർച്ചയായും നല്ലതായിട്ട് വരുന്നത്. അതിന് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നുള്ള ശ്രമം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഞാനും ഹോമിയോപ്പതിക് സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള സമന്വയമായ രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാർ നേരത്തെ ഈഗോ എന്നൊരു വിഷയം പറഞ്ഞു. ഇപ്പോൾ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡിലും പല സിസ്റ്റംസും നമ്മളൊരു ഈഗോ, ഒരു റിസൾട്ട്, നല്ലൊരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് ഒരു തടസ്സമായിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു വിട്ടുവീഴ്ചക്ക് ഇപ്പം എല്ലാവരുടെയും അവകാശവാദമാണ്. ഇപ്പം നമ്മളൊരു സിസ്റ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലോട്ട് മാക്സിമം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പം അലോപ്പതി അവർക്ക് ഏതൊരു സിസ്റ്റം ആണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ സ്വന്തം, അവരാണ് മെജോറിറ്റി, അവരാണ് ഏറ്റവും നല്ലത്, അവരെ ഇത് ബാക്കിയുള്ളതൊക്കെ സപ്രസ് ചെയ്തിട്ട് താഴോട്ട് വരുത്താനുള്ള ഒരു നീക്കം പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് ലെവലായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് കൂടുതൽ എന്തായാലും ഫലമായിരിക്കും. അതിൻ്റെ അഭിപ്രായം. വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗിക്ക് ഫലപ്രദമാണെന്ന് തോന്നുന്ന ചികിത്സാ രീതി അവലംബിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ ശരിക്ക് ഏത് സിസ്റ്റത്തിലാണോ നാം പ്രവർത്തിക്കുന്നത് അവിടെയെല്ലാം കാര്യക്ഷമമായി പ്രവർത്തനം നടത്തി കൂടുതൽ രോഗികൾക്ക് ഫലപ്രദമായ സംവിധാനം ഇതാണെന്ന് തോന്നുന്ന രീതിയിൽ മെച്ചപ്പെടുത്താൻ ഹോമിയോയിൽ ഉള്ള പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സംവിധാനങ്ങൾ ഈ ആയുഷ് ഹോളിസ്റ്റിക് സിസ്റ്റം തന്നെ നമ്മൾ എല്ലാ സിസ്റ്റത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു രീതി തന്നെയാണ്. നമ്മൾ നാച്ചുറോപ്പതി ഉണ്ട്, യോഗയുണ്ട്, അതുപോലെ തന്നെ ആയുർവേദവുമുണ്ട്. അപ്പോൾ തന്നെയല്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം തന്നെ ആയുഷ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മുടെ പല സ്ഥാപനങ്ങളും ഇത് സമന്വയിപ്പിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ആയുഷ് സെന്റർ ആക്കാനുള്ള നടപടികളും ആരംഭിച്ചു വരുന്നുണ്ട് ഗവൺമെന്റ് തലത്തിൽ.